രണ്ട് മൂന്ന് പേര് കമൻറ്റ് ബോക്സിൽ പി എമ്മിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. റാഫിക്ക നിങ്ങൾ എല്ലാ വിഷയത്തിലൊക്കെ പ്രതികരിക്കുന്ന ആളല്ലേ, എന്തുകൊണ്ട് ആദില നൂറ വിഷയത്തിൽ ബിഗ് ബോസിൻ്റെ വിഷയത്തിൽ നിങ്ങൾ പ്രതികരിച്ചില്ല എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അവരോട് സ്നേഹം കൊണ്ട് ആദ്യമേ തന്നെ പറയട്ടെ, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല, സത്യമായിട്ടും. അതിനിപ്പോൾ റീൽസായിട്ട് വന്നാൽ പോലും ഞാനത് സ്ക്രോൾ ചെയ്ത് വിടുന്ന ഒരാളാണ്, അത് കാണാൻ വേണ്ടി നിൽക്കാറില്ല. കാരണം കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമൂഹത്തിന് ഉപകാരമില്ലാത്ത കുറേ വാണങ്ങളാണ് ഒരു റൂമിൻ്റെ അകത്ത് കൂട്ടിയിട്ടിട്ട് അവർ തുണിയിടുന്നതും അവർ തല്ലുകൂടുന്നതും അവർ തെറി വിളിക്കുന്നതും അവരതിൻ്റെ അകത്ത് കിടന്ന് കാണിച്ചു കൂട്ടുന്ന തന്തയില്ലായ്മ തരം സമൂഹത്തിന് കാണിച്ചു കൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന ഒരു മൂഞ്ചിയ പരിപാടിയാണ് ഈ ബിഗ് ബോസ്. അതുകൊണ്ട് തന്നെ ഒരു ശരാശരി മലയാളികൾ ആരും ഇത് കാണില്ല. കാരണം കുടുംബത്തോടെ ഇരുന്ന് കാണാനും പറ്റില്ല, മക്കളെ കാണിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇത്. പിന്നെ ആദില നൂറ വിഷയത്തിൽ എന്താ പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെന്താ ഇപ്പോൾ പ്രതികരിക്കാനുള്ളത്? ഞാൻ ചോദിക്കട്ടെ, അവരുടെ വിഷയത്തിൽ എന്താ പ്രതികരിക്കാനുള്ളത്? കല്യാണപ്രായമെത്തിയ രണ്ട് പെൺകുട്ടികൾ, ഉമ്മാടെയും വാപ്പാടെയും വാക്കനുസരിച്ച് നല്ലവണ്ണം കല്യാണം കഴിച്ച് കുടുംബത്തിൽ ജീവിച്ചു പോകേണ്ട രണ്ട് പെൺകുട്ടികൾ ലെസ്ബിൻ കപ്പിളാ എന്തോന്നാ ലെസ്ബിൻ കപ്പിളാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും തോന്നിവാസങ്ങളൊക്കെ കാണിക്കുന്ന ഇവർക്ക് നമുക്കെന്ത് സപ്പോർട്ട് കൊടുക്കാനാണ് പറയും. ചിലർ പറയും കാലഘട്ടം മാറിയില്ലേ, ഇത് 21-ാം നൂറ്റാണ്ടാണ്, നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെല്ലാം മലയാളികളല്ലേ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ലേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ വേറൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? പറ്റില്ല. ഈ ആദിലായോ നൂറായോ ആ കുട്ടിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, ഓളുപ്പ ഓളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരു പെൺകുട്ടിയാണ്, അവളുടെ പേരാണ് അദ്ദേഹത്തിൻ്റെ കടയ്ക്ക് പോലും ഇട്ടിട്ടുള്ളത്. ആ ഉപ്പായും ഉമ്മയും എന്തോരം നീറിയായിരിക്കും ജീവിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഉപ്പാടെയും ഉമ്മാടെയും വാക്ക് കേട്ട് മര്യാദയ്ക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു പയ്യനെ കല്യാണം കഴിച്ച് സ്വന്തമായിട്ട് കുടുംബജീവിതങ്ങളൊക്കെ നയിച്ച് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ അതൊരു സന്തോഷം. അല്ലെങ്കിൽ പോട്ടെ, നീ ഇവരിൽ ഏതെങ്കിലും ഒരു പയ്യനെ കെട്ടിയിട്ട് നീ ഇന്ന ജാതി തന്നെ കെട്ടണമെന്നില്ല, ഏതെങ്കിലും ജാതിനെ കെട്ടിക്കോ, സന്തോഷമായിട്ട് കുടുംബമായിട്ട് ജീവിച്ചാൽ അത് കാണാനും ഒരു സന്തോഷമാണ്. ഇവർ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് ഇവർ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇങ്ങനെ പ്രണയിച്ച് ആണും പെണ്ണും പെണ്ണും പ്രണയിച്ച് പോകാനാണോ? നമ്മുടെ ജാസിനെ ആശീനെയും പോലെ ആണും പ്രണയിച്ച് ജാസിക്ക് പ്രസവിക്കണമെന്ന് പറയുന്ന പോലെ ആണോ? അപ്പോൾ ഇതിനൊക്കെ നമ്മളെന്ത് പറയാനാണ്? ഇതിനൊക്കെ പ്രതികരിക്കാനൊന്നുമില്ല, മനസ്സിലായില്ലേ? പിന്നെ ഒരു പെണ്ണ് പറഞ്ഞ പോലെ നിങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല, അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ് എൻ്റെ വീട്ടിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞൊന്നും പറയുന്നു. അതെന്തോ നമുക്ക് ആ വിഷയമൊന്നുമായിട്ട് പ്രതികരിക്കേണ്ട കാര്യമില്ല. എൻ്റെ കൺസെൻറ്റ് ഇത്രയേ ഉള്ളൂ. അവർ ഉമ്മായേയും വാപ്പായേയും ഇത്രയും വളർത്തി വലുതാക്കിയ ഉമ്മായേയും വാപ്പായേയും വേണ്ടാന്ന് വെച്ച് എന്നാൽ ലെസ്ബിൻ കപ്പിളായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നവർ എന്താണ് അതിൽ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല, എന്ത് ആനന്ദമാണ് അതിൽ കിട്ടുന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത്തരം ഈ കേസുകളോടൊന്നും പ്രതികരിക്കാനും താല്പര്യമില്ല, ഒന്നിനും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ കേസ് പ്രതികരിക്കാത്തത്. പിന്നെ 5-6 പേര് പി എമ്മിൽ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ ചെയ്തു. അല്ലാണ്ട് ഈ കേസിന് പ്രത്യേക താല്പര്യമൊന്നുമില്ല. ഓരെന്തോ ആയിക്കോട്ടെ, ഞമ്മക്കെന്താണ്, അത്രയേ ഉള്ളൂ.